നമുക്കറിയാം ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? വ്യവസായത്തെപ്പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്കത് ഒഴിച്ച് വേറൊന്നും അറിയില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും UP-യുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഒരു കച്ചവടക്കാരനാകുമ്പോ എല്ലാവരായിട്ടും ബന്ധം വേണല്ലോ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഒരു പരിപാടി നടക്കില്ല. ഞാൻ പ്രതിപക്ഷം ബഹിഷ്കരിച്ച്, ഇത് ഡെമോക്രസി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇപ്പം ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അവകാശമില്ലേ? ലക്നൗ മാള് തുടങ്ങി, അത് രാജ്യം മുഴുവൻ വാർത്തയായി. ഞാൻ ഈ ലക്നൗ മാളിനെ പറ്റി എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ലക്നൗ മാളിലേക്ക് ശ്രീ MA യൂസഫ് അലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധം നമ്മൾ തമ്മിലില്ലല്ലോ. ഇന്നലെ 1,35,000 ആൾക്കാർ അവിടെ വന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ 1,60,000 ആൾക്കാർ അവിടെ വന്നു. അങ്ങനെ സംഭവിക്കില്ല. ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ടേ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ, അത് പറയണത് നീ ഒന്നും പണയണ്ട. സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതാ. ഇതൊരു ലിമിറ്റ് വിട്ടു പോകുന്നു. അപ്പോൾ അവരത് വളരെയധികം പ്രസിദ്ധം, അതിന് വലിയൊരു ഇത് കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ് മാതിരി ഇങ്ങനെ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്. കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ. അതാണ് ഇപ്പോൾ 1,30,000 1,50,000 ഒക്കെ വരുന്നത്. സെൻസിറ്റീവായ ഒരു കാര്യം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പോഴത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇടപെടുന്ന ആളുകൾ ശ്രീ പിണറായി വിജയൻ, ശ്രീ യോഗി ആദിത്യനാഥ്, ശ്രീ നരേന്ദ്രമോദി, ഇവരുടെയൊക്കെ പരബ്രഹ്മം വ്യത്യസ്തമാണ്, ഒരു ഇതല്ല. കച്ചവടക്കാരൻ അവൻ എത്രയോ കോടീശ്വരനോ ബില്യണറോ ആയിക്കോട്ടെ, ആൾ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നിന്നാൽ പ്രോട്ടോകോൾ വൈസ് പഞ്ചായത്ത് മെമ്പറാണ് വലുത്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. അതാണ് ഡെമോക്രസി, അതാണ് നമ്മളുടെ ഭരണഘടന. നിങ്ങൾ ആരും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയ എന്തോ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടണം. യൂസഫ് അലിനെ ടാർഗറ്റ് ചെയ്താൽ എൻ്റെ 32,000 മലയാളികളുണ്ട്, അതിലൊരു 15,000 കണ്ടാൽ മതി. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ കാണരുതെന്ന്. അപ്പോൾ റീച്ച് കിട്ടി അവർക്ക് കാശ് കിട്ടണം. അങ്ങനെ എൻ്റെ പേര് വിറ്റിട്ട് കാശ് കിട്ടണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പലരും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് സത്യസന്ധമല്ലാത്ത കാര്യം ഒരാളെപ്പറ്റി അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ജുഡീഷ്യറിയാണ്. ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുക്കും. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അപ്പോൾ പറയാ യൂസഫ് അലി അസഹിഷ്ണുതല്ല, നമ്മുടെ റൈറ്റാണ്, അത് കേസ് കൊടുക്കണം. ഹൈക്കോടതി ഉണ്ട്, മറ്റു കോടതി ഉണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിൻ്റെ അവിടെ കേസ് കൊടുത്തിട്ട് നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും